ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം, അനുഗ്രഹപ്രദമായൊരു ദിവസം, അഭിഷേകം നടന്ന ദിവസം ഇന്ന് ഞാൻ നിനക്ക് ആശംസിക്കുകയാണ്. ഈശോയുടെ നിറസാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നിനക്ക് ഇടവരട്ടെ. ഈശോയുടെ സ്നേഹത്തിലായിരിക്കുവാനുള്ള ഒരു വഴി ഈശോ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശോ പറയാണ്, നിനക്ക് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നീ എൻ്റെ കൽപ്പനകൾ പാലിക്കുക, എൻ്റെ കൽപ്പനകൾക്ക് വില കൊടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട, ആ വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട. ഈശോ പറയാ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾക്ക് വില നൽകിക്കഴിഞ്ഞാൽ, അതിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും നിങ്ങൾ എൻ്റെ സ്നേഹത്തിലായിരിക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, അതിനൊരു മറുപുറം കൊണ്ടുണ്ട്. ഒന്നിനും നിന്നെ കൊത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല. കാരണം ഈശോയുടെ സ്നേഹം ഇങ്ങനെ പൊതിഞ്ഞ് നിന്നെ പിടിക്കുകയാണ്. ഈശോയുടെ കൽപ്പന പാലിച്ച് ആ സ്നേഹത്തിലായിരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾക്ക് മുമ്പാകെ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. ഈശോയെ, നിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയെ നീ പൊതിഞ്ഞ് സംരക്ഷിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധനയ്ക്കു യോഗ്യൻ നീ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ എൻ ചങ്ങലകൾ തകർത്തു. ഈശോ നിൻ നാമത്തിൽ രക്ഷ. യേശുനാഥ അങ്ങേ